മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസന്റെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും പലരും മുക്തരായിട്ടില്ല. ഏറെ നാളായി ശാരീരിക അവശതകൾ അലട്ടിയിരുന്നെങ്കിലും ശ്രീനിവാസൻ തിരിച്ചുവരുമെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. എന്നാൽ എല്ലാവരുടെയും കാത്തിരിപ്പും പ്രതീക്ഷകളും വിഫലമാക്കി ഡിസംബർ 20-നാണ് ശ്രീനിവാസൻ വിടവാങ്ങുന്നത്. മലയാളത്തിലെ മികച്ച നടന്മാരിലൊരാൾ എന്നതിനൊപ്പം എക്കാലത്തെയും മികച്ച തിരക്കഥാകൃത്തിൽ ഒരാൾ എന്ന വിശേഷണം കൂടി സ്വന്തമാക്കിയാണ് ശ്രീനിവാസൻ വിടവാങ്ങുന്നത്. മലയാള സിനിമയുടെ സുവർണകാലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 80കളിലും 90കളിലും ഗംഭീര തിരക്കഥകൾ കൊണ്ട് പ്രേക്ഷകരുടെ ബിഗ് സ്ക്രീൻ കാഴ്ച സമ്പന്നമാക്കിയ ആളാണ് ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ മലയാള സിനിമ ഒന്നാകെ ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിന് സമീപം ദുഃഖിതരായി നിൽക്കുന്ന കാഴ്ച എല്ലാവരെയും സങ്കടപ്പെടുത്തിയിരുന്നു. തമിഴ് നടൻ പാർത്ഥിവൻ ചെന്നൈയിൽ നിന്ന് വിമാനത്തിൽ ജീവനക്കാരുടെ സീറ്റിലിരുന്ന് ശ്രീനിവാസനെ അവസാനമായി കാണാൻ എത്തിയതും വാർത്തയായിരുന്നു. സൂര്യയും നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. കമലഹാസൻ, രജനീകാന്ത് എന്നിവർ സോഷ്യൽ മീഡിയയിലൂടെയും ആദരാഞ്ജലികൾ നേർന്നു. അതിനിടെ നടൻ ജയറാമിനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുകയാണ്. ജയറാം ശ്രീനിവാസന്റെ മൃതദേഹം കാണാൻ എത്താത്തതും സോഷ്യൽ മീഡിയയിൽ ഒരു അനുശോചന സന്ദേശം പോലും പങ്കുവയ്ക്കാത്തതിലും ആണ് താരത്തിനെതിരെ ഒരു കൂട്ടം വെട്ടുക്കിളികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ജയറാമിന്റെ കുടുംബത്തെ വരെ അധിക്ഷേപിച്ചാണ് പല പോസ്റ്റുകളും. ഇങ്ങനെ ഒരു തറ കുടുംബത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ജയറാം, പാർവതി, കാളിദാസൻ, മാളവിക എന്നിവരുടെ ചിത്രം പങ്കുവച്ചാണ് സൈബർ അധിക്ഷേപം. കൂടെ അഭിനയിച്ച ഒരു സഹപ്രവർത്തകൻ മരിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത എന്ത് തിരക്കാണ് ഇയാൾക്കുള്ളത്. വന്ന വഴി ഒരിക്കലും മറക്കരുത് ജയറാം എന്നാണ് ഒരാളുടെ കമന്റ്. പൊതുവെ ജയറാം കേരളത്തിൽ ഒരു പ്രമുഖരുടെയും മരണത്തിൽ നേരിട്ട് വന്ന് ദുഃഖം രേഖപ്പെടുത്തിയ ചരിത്രമില്ല. എത്രയോ മഹാരഥന്മാർ മൺമറഞ്ഞു പോയിരിക്കുന്നു. എന്തുമാവട്ടെ, വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ആദരാഞ്ജലികൾ നേർന്ന സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റെങ്കിലും ഷെയർ ചെയ്യാമല്ലോ. അതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരും വരണ്ട. സ്വന്തം സിനിമ റിലീസാകുമ്പോൾ എല്ലാവരോടും കാണാൻ അഭ്യർത്ഥിച്ച പോസ്റ്റ് ഇടാൻ മടിയില്ലല്ലോ. ജയറാമിനും ഭാര്യ പാർവതിക്കും വേണ്ടി ഒത്തിരി എഴുതിയിട്ടും കൂടെ അഭിനയിച്ചിട്ടുമുള്ള ആളല്ലേ ശ്രീനിവാസൻ. അതെങ്കിലും ഓർക്കാമായിരുന്നു എന്നാണ് മറ്റൊരാൾ പറയുന്നത്. അതേസമയം ജയറാമിനെ പിന്തുണച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു മരണ വീട്ടിൽ വന്നില്ല എന്നതുകൊണ്ട് അയാളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്നും, ചിലർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുന്നത് കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ടാണ് വരാതിരുന്നത് എങ്കിലോ എന്ന് പലരും ചോദിക്കുന്നു. നേരിട്ട് വരാത്തത് കൊണ്ട് ജയറാമിന് ശ്രീനിവാസനോട് സ്നേഹമോ ബഹുമാനമോ ഇല്ല എന്ന് കരുതരുതെന്നും ചിലർ പറയുന്നു.